നമസ്കാരം ഫ്രണ്ട്സ്. സ്റ്റാഫിംഗ് എന്ന അധ്യായം തുടരുകയാണ്. കഴിഞ്ഞ ദിവസം ഇമ്പോർട്ടൻസും മറ്റൊക്കെ പറഞ്ഞു. ഇപ്പോൾ നമ്മൾ പറയുന്നത് സ്റ്റാഫിങ്ങിൻ്റെ പ്രോസസ്സാണ്. പ്രോസസ്സ് എന്ന പദം നിങ്ങൾ നേരത്തെ പരിചയപ്പെട്ടിട്ടുണ്ട് അല്ലേ? ഓർമ്മയുണ്ടോ? എന്ന് പറഞ്ഞാൽ ആദ്യമെന്ത്, രണ്ടാമതെന്ത്, മൂന്നാമതെന്ത്, അങ്ങനെ ക്രമത്തിൽ പറയുന്നതാണ് പ്രോസസ്സ്. ആദ്യം എന്ത് ചെയ്യണം, അതെങ്ങനെയൊക്കെ ചെയ്യണം, പിന്നെ രണ്ടാമത്തെ സ്റ്റേജ് എന്താണ്, അങ്ങനെ പറയുന്നതാണ് പ്രോസസ്സ്. അപ്പോൾ പ്രോസസ് ഇൻ സ്റ്റാഫിംഗ് എന്ന് പഠിക്കുമ്പോൾ നമ്മൾ നേരത്തെ പഠിച്ച പോലെ ഇമ്പോർട്ടൻസ് ഓഫ് സ്റ്റാഫിംഗ് എന്ന് പറഞ്ഞ പോലെ പോയിന്റുകൾ വെറുതെയെങ്കിലും പഠിച്ചാൽ പോരാ. ഒന്നാമത്തേത് ഏത്, രണ്ടാമത്തെ ഏത്, അങ്ങനെ തന്നെ പഠിക്കണം. 8 സ്റ്റേജസ് ആണ് പ്രോസസ് ഓഫ് സ്റ്റാഫിങ്ങിൽ ഉള്ളത്. അപ്പോൾ നമ്മൾ ഈ അധ്യായത്തിൽ ഈ പ്രോസസ് ഇൻ സ്റ്റാഫിംഗ് പഠിക്കുന്നത് 2 തരത്തിലാണ്. ആദ്യം ഈ 8 പ്രോസസ്സും ചുരുക്കിയിട്ടൊന്ന് പറയും. 8 സ്റ്റേജസ് ഉണ്ട് ഈ പ്രോസസ്സിൽ. 8 പ്രോസസ്സല്ല, പിന്നെ 8 സ്റ്റേജസ് ഉണ്ട് പ്രോസസ് ഓഫ് സ്റ്റാഫിങ്ങിൽ. അത് 8ഉം ചുരുക്കിയിട്ടൊന്ന് പറയും. നിങ്ങളുടെ നോട്ടിൽ അത് ഏറെക്കുറെ ഓരോ പാരഗ്രാഫ് ആയിട്ടുണ്ടാവും. നമ്മൾ ചിലപ്പോൾ ചിലത് ഒരു സെൻറ്റൻസിൽ, 2 സെൻറ്റൻസിൽ, ചിലതൊരു എക്സാമ്പിളൊക്കെ ചേർത്ത് തിന്നിയിട്ടിട്ട് അങ്ങനെയൊക്കെ കൂടി അങ്ങനെ പറഞ്ഞു പോകും. അപ്പോൾ എനിക്ക് തോന്നുന്നു നമ്മുടെ ഒരു 10-15 മിനിറ്റുള്ള ഈ ഒരു ക്ലാസ്സിൽ അത് 8ഉം പറയും. അത് കഴിഞ്ഞാൽ പിന്നെ ഈ അധ്യായത്തിലുള്ളത് ഇതിൽ ഓരോന്നും വിശദീകരിച്ച് പറയാന്നുള്ളതാണ്. അപ്പോൾ അങ്ങനെ ഇപ്പോൾ ഉദാഹരണത്തിന് ഒരു റിക്രൂട്ട്മെൻ്റ് ആണ് ഇതിലെ പ്രോസസ്സിൽ ആദ്യത്തേത്. അല്ല, എസ്റ്റിമേറ്റിംഗ് മാൻ പവർ റിക്രൂട്ട്മെൻറ്റ്, അതാണ് ആദ്യത്തെ പിന്നെ പ്രോസസ്സിൽ ആദ്യത്തേത്. റിക്രൂട്ട്മെൻറ്റിൻ്റെ മുൻപുള്ളതാണ് എസ്റ്റിമേറ്റിംഗ് മാൻ പവർ പ്രോസസ്സ്. അപ്പോൾ ഇപ്പോൾ നമ്മൾ ചുരുക്കിയിട്ട് എസ്റ്റിമേറ്റിംഗ് മാൻ പവർ പ്രോസസ്സ് എന്താണെന്ന് പറയും. അത് കഴിഞ്ഞ് രണ്ടാമത്തെ പോയിന്റ് റിക്രൂട്ട്മെൻ്റ് ആണ്. അപ്പോൾ നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ എന്താണ് റിക്രൂട്ട്മെൻ്റ് എന്ന് ചുരുക്കി പറയും. പിന്നെ ഈ 8ഉം പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൽ ഓരോന്നും വിശദീകരിച്ച് പറയും. അപ്പോൾ അങ്ങനെ പറയുമ്പോൾ നമുക്ക് അതിനൊക്കെ ഒരു എസ്സേ പ്രതീക്ഷിക്കാൻ നടത്താം. അപ്പോൾ ഉദാഹരണത്തിന് പിന്നെ റിക്രൂട്ട്മെൻറ്റ് മാത്രം ഒരു എസ്സേ ചോദിക്കാം. സ്റ്റാഫിങ്ങിലെ രണ്ടാമത്തെ പ്രോസസ്സിൽ രണ്ടാമത്തെ സ്റ്റേജ് ആയിട്ടുള്ള റിക്രൂട്ട്മെൻറ്റ് മാത്രം ഒരു എസ്സേ ചോദിക്കാം. അതുകൊണ്ടാണ് അത് മാത്രം പഠിക്കുന്നത്. അങ്ങനെ ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾക്ക് ടെക്സ്റ്റിൽ പഠിക്കാനുണ്ട്. ഓക്കെ, അപ്പോൾ നമ്മൾ 8 പോയിൻറ്റും എന്താണെന്ന് ആദ്യം പറയാം. 8 പോയിൻറ്റുകൾ: 1, എസ്റ്റിമേറ്റിംഗ് ദ മാൻ പവർ റിക്വയർമെൻറ്റ്; 2, റിക്രൂട്ട്മെൻറ്റ്; 3, സെലക്ഷൻ, പ്ലേസ്മെൻറ്റ് ആൻഡ് ഓറിയൻറ്റേഷൻ, ട്രെയിനിങ് ആൻഡ് ഡെവലപ്മെൻറ്റ്, പെർഫോമൻസ് അപ്രൈസൽ, പ്രൊമോഷൻ ആൻഡ് കരിയർ പ്ലാനിങ്, കോമ്പൻസേഷൻ. ഇത് 8 എണ്ണമാണ് ഇതിൽ പ്രോസസ്സിൽ ഓരോ സ്റ്റേജസ്. അതിൽ ആദ്യം ചെയ്യേണ്ടുന്നത് എസ്റ്റിമേറ്റിംഗ് ദ മാൻ പവർ റിക്രൂട്ട്മെൻ്റ് ആണ്. അത് കഴിഞ്ഞാലേ റിക്രൂട്ട്മെൻറ്റ് സാധിക്കുകയുള്ളൂ. മാൻ പവർ റിക്വയർമെൻറ്റ് അത് കഴിഞ്ഞാലേ റിക്രൂട്ട്മെൻറ്റ് സാധിക്കുകയുള്ളൂ. അങ്ങനെ പ്രൊമോഷൻ ആൻഡ് കരിയർ പ്ലാനിങ് ഒക്കെ കഴിയുമ്പോഴാണ് കോമ്പൻസേഷൻ. അത് 8ാമത്തെ അങ്ങനെ കൃത്യമായിട്ട് പിന്നെ 8ാമത്തെയാണെന്ന് തന്നെ പറയണ്ട, ബാക്കിയൊക്കെ ക്രമത്തിൽ തന്നെയാണ്. കോമ്പൻസേഷൻ എന്താണെന്ന് പറയുമ്പോൾ നമുക്ക് മനസ്സിലാവും അതങ്ങനെ 8ാമതായിട്ട് വരേണ്ടുന്നത് അല്ല എന്നുള്ളത്. ഏതായാലും ഈ 8 പ്രോസസ്സാണ് പഠിക്കാനുള്ളത്. ഞാൻ ആവർത്തിക്കുന്നില്ല, നിങ്ങൾ പോസ് ചെയ്തിട്ടോ മറ്റോ രണ്ടാമതും കാണുകയും കേൾക്കുകയും ചെയ്താൽ മതിയല്ലോ. ഇനി നമ്മൾ ഓരോന്ന് എന്താണ് എന്ന് പറയാണ്. ഇതിൽ ഒന്നാമത്തത് എസ്റ്റിമേറ്റിംഗ് ദ മാൻ പവർ റിക്വയർമെൻറ്റ്. അത് ആ വേർഡ് മീനിങ്ങിലുണ്ട്. സത്യത്തിൽ എന്താണ് എസ്റ്റിമേറ്റിംഗ് എന്ന്? എസ്റ്റിമേറ്റ് എടുക്കുക, ബിൽഡിങ്ങിൻ്റെ എസ്റ്റിമേറ്റ് എടുക്കുക. അപ്പോൾ ബിൽഡിങ്ങിൻ്റെ എസ്റ്റിമേറ്റ് എടുക്കുക എന്നാൽ എത്ര വിസ്താരത്തിലുണ്ട് ബിൽഡിങ്, എത്ര ഹൈറ്റ് ഉണ്ട്, ഏതൊക്കെ മെറ്റീരിയൽ ഉപയോഗിക്കണം, ആകെ എത്ര ചിലവ് വരും, എത്ര പിന്നെ സാധനങ്ങൾ വേണം എന്ന് തുടങ്ങിയ എല്ലാ കാര്യങ്ങളും തീരുമാനിക്കാനാണ് എസ്റ്റിമേറ്റ് എടുക്കുക എന്ന് പറയാം. അപ്പോൾ വിശദാംശങ്ങൾ മനസ്സിലാക്കുന്ന സ്റ്റേജാണ് എസ്റ്റിമേറ്റിംഗ് അഥവാ എസ്റ്റിമേഷൻ. അപ്പോൾ ഇവിടെ സ്റ്റാഫിങ്ങിൽ ഫസ്റ്റ് സ്റ്റേജ്, സ്റ്റാഫിങ്ങിൻ്റെ പ്രോസസ്സിൽ ഫസ്റ്റ് സ്റ്റേജ് എസ്റ്റിമേറ്റിംഗ് മാൻ പവർ റിക്വയർമെൻ്റ് ആണ്. മാൻ പവർ റിക്വയർമെൻറ്റ്, നീഡ് ഓഫ് മാൻ പവർ, എത്രത്തോളം ആവശ്യമുണ്ട് മാൻ പവർ, അത് തീരുമാനിക്കലാണ്, കണക്കെടുക്കലാണ് ആദ്യത്തെ സ്റ്റേജ്. ഇപ്പോൾ ഒരു ഉദാഹരണത്തിന് ഒരു ബിസിനസ് തുടങ്ങുന്നു, ഒരു സ്ഥാപനം തുടങ്ങുന്ന സമയത്ത് നമ്മൾ സ്ഥിരം പറയാറുള്ളത് പോലെ നിങ്ങൾ ഫറോക്കുകാരായതുകൊണ്ട്, കൂടുതൽ ആളുകളും ഫറോക്കുകാരായതുകൊണ്ട് ഫറോക്കിൽ ഏറ്റവും കൂടുതൽ ഉള്ള ഒന്ന് ചെരുപ്പ് കമ്പനിയും വേറെ ഒന്ന് ഓട്ട് കമ്പനിയാണ്. നമുക്കൊരു സൗകര്യത്തിന് ചെരുപ്പ് കമ്പനി എക്സാമ്പിളായിട്ട് എടുക്കാം. അപ്പോൾ ഒരു ചെരുപ്പ് കമ്പനി തുടങ്ങുന്ന സമയത്ത് സ്റ്റാഫിൻ്റെ റിക്വയർമെൻറ്റിൻ്റെ എസ്റ്റിമേറ്റ് എടുക്കുന്നു. തുടങ്ങുന്ന സമയത്ത് എടുക്കുന്ന എസ്റ്റിമേറ്റാണ്. അപ്പോൾ തുടങ്ങുന്ന സ്റ്റേജിൽ എടുക്കുന്ന സമയത്ത് നമുക്കതൊന്ന് വിഷ്വലൈസ് ചെയ്ത് നോക്കാം. ഒരു കെട്ടിടം അല്ലേ, അത് മാത്രമാണോ ഉള്ളത്? മെഷീനറി ഉണ്ട് അവിടെ. അപ്പോൾ ഗേറ്റിൽ ഒരു സെൻട്രി അഥവാ ഒരു കാവൽക്കാരൻ നല്ലതാണ്. അപ്പോൾ മാൻ പവർ റിക്വയർമെൻറ്റിലെ എസ്റ്റിമേഷനിൽ 1 എന്ന് നമ്മൾ എഴുതിയിട്ട് സെൻട്രി എന്ന് എഴുതും. ആ സെൻട്രിക്ക് എന്തൊക്കെ ക്വാളിറ്റീസ് വേണം എന്ന് നമ്മൾ കണക്കാക്കും. അപ്പോൾ റിട്ടയേർഡ് മിലിറ്ററി സ്റ്റാഫ് ആവാം, റിട്ടയേർഡ് പോലീസ് പേഴ്സണൽ ആവാം, അല്ലെങ്കിൽ ഏതെങ്കിലും ഏജൻസി നമുക്ക് നിയമിക്കുന്ന ശാരീരിക മാനസിക യോഗ്യതകളൊക്കെ ഉള്ള ഒരാളാവാം. അപ്പോൾ അയാൾക്ക് വേണ്ടുന്ന ക്വാളിഫിക്കേഷൻസ്, ഫീച്ചേഴ്സ്, സ്പെസിഫിക്കേഷൻസ് അതൊക്കെ നമ്മൾ തയ്യാറാക്കുന്നു. മിനിമം ഇത്ര ഹൈറ്റ് വേണം, മിനിമം ഇത്ര വെയിറ്റ് വേണം, ഇത്ര ഏജിനിടയിലായിരിക്കണം, പിന്നെ കണ്ണിന് ഇത്ര കാഴ്ചശക്തി വേണം,
കേൾവി ഇത്ര കേൾവി ശക്തി വേണം, പിന്നെ ഇന്ന സ്ഥലത്ത് റിട്ടയർ ചെയ്തതോ അല്ലെങ്കിൽ പിന്നെ വളണ്ടറി റിട്ടയർമെൻറ്റ് വാങ്ങിയതോ ആയിട്ടുള്ള ആളുകൾ എന്നൊക്കെ പറഞ്ഞിട്ട് അത് മുഴുവൻ നിർവചിക്കും. ഇപ്പോഴും നമ്മൾ ഒരു സ്റ്റാഫിനെ നിർവഹിച്ചിട്ടുള്ളൂ. ഓക്കെ, അത് കഴിഞ്ഞാൽ ഒരു റിസപ്ഷൻ വേണം അവിടെ. അപ്പോൾ റിസപ്ഷനിൽ എല്ലാ കാര്യങ്ങളും നോക്കാൻ വേണ്ടി റിസപ്ഷനിസ്റ്റ് വേണം. അപ്പോൾ റിസപ്ഷനിസ്റ്റ് ആണായിരിക്കണോ പെണ്ണായിരിക്കണോ, രണ്ടായാലും മതിയോ, പിന്നെ എത്ര പ്രായം വരെ ആവാം, ഏത് വിദ്യാഭ്യാസ യോഗ്യത വേണം എന്ന് തുടങ്ങിയ എല്ലാ കാര്യങ്ങളും നിർണ്ണയിക്കുന്നത്. എത്ര റിസപ്ഷനിസ്റ്റ് വേണം. അപ്പോൾ നേരത്തെ സെൻട്രി 3 വേണം. 8 മണിക്കൂർ വെച്ച് ജോലി ചെയ്താൽ 3 സെൻട്രി വേണം. അപ്പോൾ 3 റിക്വയർമെൻ്റ് ആയി. അതുപോലെ ഇപ്പോൾ റിസപ്ഷനിസ്റ്റ് പിന്നെ 12 മണിക്കൂറോ 14 മണിക്കൂറോ വർക്ക് ചെയ്യുന്ന കമ്പനി ആണെങ്കിൽ 2 or 3 സ്റ്റാഫൊക്കെ വേണ്ടി വരും. അപ്പോൾ എത്ര സ്റ്റാഫ് വേണം? ചിലപ്പോൾ ഒരേ സമയത്തിൻ്റെ റിസപ്ഷനിസ്റ്റ് 1 or 2 ഇരിക്കുന്നു. ഓക്കെ, അത് ഞാനൊരു ക്രമത്തിൽ ഇങ്ങനെ പറയുകയാണ്, സെൻട്രി വർക്ക് ഇങ്ങനെ ഒരു ക്രമത്തിൽ പറയുകയാണ്. പിന്നെ സൂപ്പർവൈസേഴ്സ് വേണം. എത്ര സൂപ്പർവൈസേഴ്സ് വേണം? എവിടെയൊക്കെ സൂപ്പർവൈസേഴ്സ് വേണം? പ്രൊഡക്ഷൻ അവിടെ സൂപ്പർവൈസർ വേണം, പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെൻറ്റ് സൂപ്പർവൈസർ വേണം, പർച്ചേസ് ഡിപ്പാർട്ട്മെൻറ്റ് സൂപ്പർവൈസർ വേണം, സ്റ്റോക്ക് ചെയ്യുന്ന സ്ഥലത്ത് സൂപ്പർവൈസർ വേണം, പിന്നെ സെയിൽസിന് സൂപ്പർവൈസർ വേണം. അങ്ങനെ പ്രൊഡക്ഷനിൽ, പർച്ചേസിൽ, സെയിൽസിൽ, സ്റ്റോക്കിലൊക്കെ സൂപ്പർവൈസേഴ്സ് വേണോ നമ്മൾ തീരുമാനിക്കുന്നു. അതുപോലെ ഇലക്ട്രീഷ്യൻ വേണോ, പ്ലംബർ PLUMBR അദ്ദേഹം അങ്ങനെ ഒരു പണിക്കാരൻ വേണം. അത് വയറിങ് മറ്റൊക്കെ ചെയ്യാനും വെള്ളത്തിൻ്റെ കാര്യങ്ങളൊക്കെ നോക്കാനൊക്കെ സ്റ്റാഫ് വേണം. ക്ലീനിങ് സ്റ്റാഫ് വേണം, ഹൗസ് കീപ്പിംഗ് ഡിപ്പാർട്ട്മെൻറ്റ് അത് വേണം, വേണ്ടി വരും, ക്ലീൻ ചെയ്യാനൊക്കെ ആൾക്കാർ വേണ്ടി വരും. പിന്നെ മെഷീൻ റിപ്പയർ ആവാം, അപ്പോൾ ഈ അത്തരത്തിലുള്ള ടെക്നിക്കൽ സ്കിൽസ് ഉള്ള ആൾ വേണം. മെയിൻ്റനൻസ് ഡിപ്പാർട്ട്മെൻറ്റ് അത് വേണം. അതുപോലെ മെഷീനറി ഓപ്പറേറ്റ് ചെയ്യുന്ന മെഷീനറി ഓപ്പറേറ്റേഴ്സ്, എല്ലാ മെഷീനറി എല്ലാവരും ഓപ്പറേറ്റ് ചെയ്യില്ല, എല്ലാവരും മെഷീനറി ഓപ്പറേറ്റ് ചെയ്യില്ല. അപ്പോൾ മെഷീനറി ഓപ്പറേറ്റ് ചെയ്ത് പരിചയമുള്ള ആൾക്കാർ വേണം. ഓപ്പറേറ്റേഴ്സ്, മെഷീൻ ഓപ്പറേറ്റേഴ്സ് എത്ര ആൾ വേണം? എന്തൊക്കെ മെഷീനറി ഉണ്ട്? അപ്പോൾ ചിലപ്പോൾ അവിടെ കട്ട് ചെയ്യുന്ന മെഷീനറി ഉണ്ടാവും. അതുപോലെ പിന്നെ ഈ വാറോ അല്ലെങ്കിൽ മറ്റൊക്കെ സ്ട്രാപ്പൊക്കെ പിടിപ്പിക്കുന്ന മെഷീനറി ചിലപ്പോൾ ഉണ്ടായിരിക്കും. ചിലപ്പോൾ പാക്ക് ചെയ്യുന്നത് മെഷീനറി ആയിരിക്കും, അങ്ങനെ ഒട്ടിക്കുന്നത് ചിലപ്പോൾ മെഷീനറി ആയിരിക്കും. അങ്ങനെ പലതിനും മെഷീനറി ഉണ്ടായിരിക്കും, വേരിയസ് മെഷീനറി ഉണ്ടാവാം. അപ്പോൾ ആ വേരിയസ് കൈൻഡ്സ് ഓഫ് മെഷീനറി അതൊക്കെ ഓപ്പറേറ്റ് ചെയ്യാൻ ആൾക്കാർ വേണം. അപ്പോൾ മെഷീനറി ഓപ്പറേറ്റേഴ്സ് എന്തൊക്കെയാണ്, അവരുടെ ക്വാളിറ്റി എന്തൊക്കെയാണ്, ക്വാളിഫിക്കേഷൻ എന്തൊക്കെയാണ്, എത്ര കാലത്തെ എക്സ്പീരിയൻസ് വേണം, ഏത് സർട്ടിഫിക്കറ്റ് ആയിരിക്കണം കഴിഞ്ഞിട്ടുണ്ടാവും, അവരുടെ പ്രായം എന്തൊക്കെയാണ്, അവരുടെ ശാരീരിക യോഗ്യതകൾ എന്ന് തുടങ്ങി ഒരു സ്ഥാപനത്തിനകത്ത് എത്ര സ്റ്റാഫ് വേണം, അവരുടെ പ്രത്യേകതകൾ എന്തൊക്കെയായിരിക്കണം എന്നെല്ലാം കണക്കെടുക്കുന്നതിനെയാണ് എസ്റ്റിമേഷൻ, മാൻ പവർ എസ്റ്റിമേഷൻ എന്ന് പറയുന്നത്. എത്ര സ്റ്റാഫ് വേണം എന്ന് തീരുമാനിക്കുന്നതാണ് മാൻ പവർ പിന്നെ എസ്റ്റിമേഷൻ, എസ്റ്റിമേറ്റിംഗ് ദ മാൻ പവർ റിക്വയർമെൻറ്റ്. അപ്പോൾ അതാണ് ഒന്നാമത്തെ സ്റ്റേജ്. ഇനി രണ്ടാമത്തെ സ്റ്റേജ് റിക്രൂട്ട്മെൻ്റ് ആണ്. ആ പദത്തിൻ്റെ അർത്ഥം എന്താണ്? ജോലിക്ക് നിയമിക്കുകയാണ്. ആ ഡിക്ഷണറി മീനിങ് അല്ലെങ്കിൽ സാധാരണ ഡിക്ഷണറി മീനിങ് ഇവിടെ സ്റ്റാഫിംഗ് എന്ന അധ്യായത്തിൽ പിന്നെ റിക്രൂട്ട്മെൻറ്റിന് ചേരില്ല. അവിടെ അല്പം വിശദീകരണം അതിനാവശ്യമാണ്. അതുകൊണ്ട് നമുക്കതിൻ്റെ പിന്നെ ഇതൊന്ന് കാണാം, ഇതിലൊന്ന് വായിക്കാം, എന്തൊക്കെയാണ് അതിലുള്ളത് എന്ന് നോക്കാം. Recruitment is a process of searching for prospective employees and stimulating them to apply for a job in the organization. In other words, recruitment means discovering the sources of employees. Recruitment is called a positive process because it encourages maximum number of people to apply for jobs. Recruitment may be from internal sources like promotion, transfer, etc. and external sources like employment, exchange, placement, consultants, contractors, etc. അപ്പോൾ അതിന് മീനിങ് മാത്രമല്ല പറഞ്ഞത്, അതിൻ്റെ വിശദാംശം മൊത്തം ഇപ്പോൾ പറഞ്ഞിട്ടുണ്ട്. എന്തൊക്കെയാണ് റിക്രൂട്ട്മെൻറ്റ്, എന്തൊക്കെയാണ് അതിൻ്റെ വിശദാംശം എന്ന് മുഴുവൻ പറഞ്ഞിട്ടുണ്ട്. അതിൽ ആദ്യത്തെ ഭാഗം റിക്രൂട്ട്മെൻറ്റ് ഇസ് എ പ്രോസസ് ഓഫ് സെർച്ചിങ് ഫോർ പ്രോസ്പെക്റ്റീവ് എംപ്ലോയീസ് ആൻഡ് സ്റ്റിമുലേറ്റിംഗ് ദം ടു അപ്ലൈ ഫോർ ജോബ്സ് ഇൻ ദ ഓർഗനൈസേഷൻ. എന്താണ് അതിൻ്റെ അർത്ഥം? നോക്കൂ, റിക്രൂട്ട്മെൻറ്റ് എന്ന് പറഞ്ഞാൽ ആവശ്യമുള്ള എംപ്ലോയീസിനെ അന്വേഷിക്കുകയും അവരെ ജോലിക്ക് അപേക്ഷിക്കാൻ വേണ്ടി പ്രേരിപ്പിക്കുകയും ചെയ്യുന്ന ഒരു പ്രോസസ്സാണ്. അപ്പോൾ കമ്പനിയുടെ ഭാഗത്തു നിന്ന് 2 കാര്യങ്ങൾ ചെയ്യും. ഒന്ന് അന്വേഷിക്കും, 2 അവരെ പ്രേരിപ്പിക്കും. വളരെ സിമ്പിളായിട്ടൊരു ഉദാഹരണം പറഞ്ഞാൽ റിക്രൂട്ട്മെൻറ്റിലെ ഒരു പ്രധാനപ്പെട്ട കാര്യമാണ് പരസ്യം കൊടുക്കുക. സ്റ്റാഫിങ്ങിൻ്റെ എസ്റ്റിമേഷൻ ആദ്യം നടന്നു, ഏതൊക്കെ സ്റ്റാഫ് വേണമെന്ന് ആദ്യം എസ്റ്റിമേറ്റ് ചെയ്തു. അപ്പോൾ അതിലിപ്പോൾ തൽക്കാലം പെട്ടെന്ന് നമുക്ക് ആദ്യം വേണ്ടുന്നത് വാച്ച്മാനെയാണ്. 3 വാച്ച്മാനെ ആവശ്യമുണ്ട്, സെൻട്രി, ഗേറ്റ് കീപ്പേഴ്സ് 3 ആളെ ആവശ്യമുണ്ട്, 3 ഷിഫ്റ്റിൽ നിർത്താൻ വേണ്ടിയിട്ട്. അപ്പോൾ കമ്പനി ഒരു പരസ്യം കൊടുക്കുന്നു, പത്രപരസ്യം കൊടുക്കും. അത് റിക്രൂട്ട്മെൻറ്റാണ്. അതിൽ പറയുന്നു വാണ്ടേറ്റ്, സെക്യൂരിറ്റി സ്റ്റാഫ്, 3 persons റിക്വയർഡ്, മിനിമം ഹൈറ്റ്, വെയ്റ്റ്, എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷൻ, എക്സ്പീരിയൻസ് എന്നൊക്കെ പറയുന്നു. അപ്പോൾ സാലറി ആൻഡ് പെർക്സ് ബെസ്റ്റ് ഇൻ ദ ഇൻഡസ്ട്രി, ഭംഗിയുള്ളൊരു പരസ്യം, വലിയൊരു പരസ്യം, പ്രധാനപ്പെട്ട പത്രങ്ങളിൽ. അപ്പോൾ എന്താ അതുകൊണ്ട് നടക്കുന്നത്? 1 കണ്ടെത്താൻ സഹായിക്കുന്നു, 2 അത് അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് ഉദ്യോഗാർത്ഥികളെ പ്രേരിപ്പിക്കുന്നു. അപ്പോൾ ജോബിന് വേണ്ടുന്ന സെർച്ച് ചെയ്യലും അപ്ലൈ ചെയ്യാൻ പ്രേരിപ്പിക്കലും ഈ
റിക്രൂട്ട്മെൻറ്റിൻ്റെ ഭാഗമാണ്. പിന്നെ എന്താണ് റിക്രൂട്ട്മെൻറ്റ് ഉള്ളത് നോക്കൂ. റിക്രൂട്ട്മെൻറ്റ് മീൻസ് ഡിസ്കവറിങ് ദ സോഴ്സസ് ഓഫ് എംപ്ലോയീസ്. എവിടേക്കാണ് എംപ്ലോയീസ് എന്നുള്ളത് കണ്ടെത്തുക. സോഴ്സസ് ഓഫ് എംപ്ലോയീസ്, അവരുടെ ലഭ്യത കണ്ടെത്തുക, അത് റിക്രൂട്ട്മെൻറ്റിൻ്റെ ഭാഗമാണ്. എങ്ങനെയാണ് ലഭ്യത കണ്ടെത്തുക? ഉദാഹരണം നിങ്ങൾ സ്ഥിരമായിട്ട് കേട്ടുകയാണ് ക്യാമ്പസ് ഇൻ്റർവ്യൂ. നമുക്കൊരു എഞ്ചിനീയർ ചെയ്യാൻ ആവശ്യം. അപ്പോൾ നല്ല എഞ്ചിനീയറിംഗ് കോളേജസ് പോയിട്ട് ഇൻ്റർവ്യൂ നടത്തുന്നു. അപ്പോൾ അവിടെ സോഴ്സ് ഓഫ് എംപ്ലോയീസ് ഉണ്ട്. പത്രത്തിൽ പരസ്യം കൊടുക്കുന്നു. കേരളത്തിൽ മൊത്തമുള്ള പത്രത്തിൽ പരസ്യം കൊടുക്കുന്നു. കേരളം മുഴുവൻ പോകുന്ന പത്രത്തിൽ പരസ്യം. അപ്പോൾ കേരളത്തിൽ മുഴുവനുള്ള എഞ്ചിനീയറിംഗ് ബിരുദധാരികൾ ഈ പരസ്യം കാണും. അപ്പോൾ സോഴ്സ് കേരളത്തിലെ മുഴുവനും ഫീൽഡിലാണ്. അതുപോലെ എംപ്ലോയ്മെൻറ്റ് എക്സ്ചേഞ്ച് ചെന്ന് അന്വേഷിക്കുന്നു, അത് സോഴ്സ് ഓഫ് എംപ്ലോയീസ് ആണ്. ഇങ്ങനെ വ്യത്യസ്തമായ സോഴ്സുകളുണ്ട് എംപ്ലോയീസിന്. അത്തരം സോഴ്സുകളിൽ നിന്നും എംപ്ലോയീസിനെ കണ്ടെത്താൻ ശ്രമിക്കുന്നു. അത് റിക്രൂട്ട്മെൻറ്റിൻ്റെ ഭാഗമാണ്. റിക്രൂട്ട്മെൻറ്റ് ഈസ് കോൾഡ് എ പോസിറ്റീവ് പ്രോസസ് because it encourages maximum number of people to apply for job. എന്ന് പറഞ്ഞാൽ എത്ര ആൾക്ക് വേണമെങ്കിലും അപ്ലൈ ചെയ്യാം. അപ്പോൾ ആളുകളെ ഇങ്ങോട്ട് ആകർഷിക്കുന്ന ഒരു പ്രോസസ്സാണത്. കൂടുതൽ ആളുകളോട് ബന്ധിപ്പിക്കുന്ന പ്രോസസ്സാണത്. അവർക്കൊക്കെ സാധ്യത ഓഫർ ചെയ്യുന്ന പ്രോസസ്സാണത്. ആ അർത്ഥത്തിൽ ഇതിനെ പോസിറ്റീവ് പ്രോസസ്സ് എന്ന് പറയും. അത് പറയാനൊരു കാരണമുണ്ട്. അടുത്തൊരു സ്റ്റേജ് ഉണ്ട് സ്റ്റാഫിങ്ങിൽ, അതിൻ്റെ നെഗറ്റീവ് പ്രോസസ്സ് എന്ന് പറയും. അതെന്താ നമ്മൾ അപ്പോൾ പഠിക്കും. അതൊരു ഇപ്പോൾ അത് പറഞ്ഞ് കൺഫ്യൂഷൻ ആക്കുന്നില്ല. അപ്പോൾ ഇത് പോസിറ്റീവ് പ്രോസസ്സാണ് എന്നും പഠിച്ചു വെക്കണം. പോസിറ്റീവ് പ്രോസസ്സാണെന്ന് പറയാൻ കാരണം എന്ത്? റിക്രൂട്ട്മെൻറ്റ് എന്നത് പോസിറ്റീവ് പ്രോസസ്സാണ് എന്ന് പറയാൻ കാരണം നിരവധി ആളുകളെ അപ്ലൈ ചെയ്യാൻ പ്രേരിപ്പിക്കുന്നു എന്നതാണ് റിക്രൂട്ട്മെൻറ്റിൻ്റെ പ്രത്യേകത. മറ്റൊരു കാര്യം പഠിക്കാനുള്ളത് നോക്കൂ. റിക്രൂട്ട്മെൻറ്റ് മേ ബി ഫ്രം ഇൻറ്റേർണൽ സോഴ്സസ് ലൈക്ക് പ്രൊമോഷൻ, ട്രാൻസ്ഫർ എക്സെട്ര, ആൻഡ് ഇറ്റ് ക്യാൻ ബി ഫ്രം എക്സ്റ്റേണൽ സോഴ്സസ്. അപ്പോൾ ഇൻറ്റേർണൽ സോഴ്സസ് ആവാം, എക്സ്റ്റേണൽ സോഴ്സസ് ആവാം. എന്താ ഇൻറ്റേർണൽ സോഴ്സ്? ആ സ്ഥാപനത്തിനകത്ത് തന്നെ ആളുകളെ വേണമെങ്കിൽ പ്രൊമോട്ട് ചെയ്യാം. ചിലപ്പോൾ അവിടുത്തെ പിയൂണിന് ഒരു 10,000 സാലറി എന്ന് വയ്ക്കും. അവിടുത്തെ സെൻട്രിക്ക് ഗേറ്റ് കീപ്പർക്ക് 12,000 സാലറി ഉണ്ട്. അപ്പോൾ പിയൂണിനെ പിടിച്ച് സെൻട്രി ആക്കിയാൽ ഒരു പ്രൊമോഷനാണത്. ഗേറ്റ് കീപ്പർ ആക്കിയാൽ പ്രൊമോഷനാണത്. 2,000 രൂപ സാലറിയിൽ ഹൈക്കുണ്ടല്ലോ. അപ്പോൾ അവിടുത്തെ പിയൂൺമാരിൽ നിന്ന് തന്നെ വേണമെങ്കിൽ ഒരാളെ നിയമിക്കും. സൂപ്പർവൈസർ ആക്കാൻ നിൽക്കുന്നു. അപ്പോൾ മെഷീൻ ഓപ്പറേറ്റർമാർ 10 ആൾക്കാരുണ്ട്. അതിന് ഒരാളെ പിടിച്ച് സൂപ്പർവൈസർ ആക്കാൻ തീരുമാനിക്കുന്നു. അപ്പോൾ 10 മെഷീൻ ഓപ്പറേറ്റേഴ്സിൽ നിന്ന് ഒരാളെ സൂപ്പർവൈസർ ആക്കിയിട്ട് പ്രൊമോട്ട് ചെയ്യുന്നു. അങ്ങനെ പ്രൊമോഷൻ ഒരു ഉപാധിയാണ്. അല്ലെങ്കിൽ ട്രാൻസ്ഫർ ആക്കാം, വേറൊരു കമ്പനിയിൽ വർക്ക് ചെയ്യുന്ന ആളെ ഇങ്ങോട്ട് കൊണ്ടുവരാം. അതും ഇൻറ്റേർണൽ സോഴ്സാണ്. അങ്ങനെ ഇൻറ്റേർണൽ സോഴ്സസ് ഉണ്ട്. ഇനി എക്സ്റ്റേണൽ സോഴ്സ് ഉണ്ട്. എക്സ്റ്റേണൽ സോഴ്സ് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ എംപ്ലോയ്മെൻറ്റ് എക്സ്ചേഞ്ചിൽ പോയിട്ട് അവിടെ ആളുണ്ടോ എന്ന് ചോദിക്കാം, പത്രത്തിൽ പരസ്യം കൊടുക്കാം, ക്യാമ്പസ് ഇൻ്റർവ്യൂകൾ നടത്താം. ഇങ്ങനെ വ്യത്യസ്തമായ പ്രധാനമായിട്ട് 2 മാർഗ്ഗങ്ങളിലൂടെ റിക്രൂട്ട്മെൻറ്റ് നടക്കും. ഒന്ന് ഇൻറ്റേർണൽ സോഴ്സ്, മറ്റൊന്ന് എക്സ്റ്റേണൽ സോഴ്സ്. അങ്ങനെ 2 തരത്തിൽ ആവാം. ഇനി നമ്മൾ നോക്കുന്നത് മൂന്നാമത്തത് സെലക്ഷൻ. സെലക്ഷൻ ഈസ് ദ പ്രോസസ് ഓഫ് ചൂസിങ് ദ ബെസ്റ്റ് പേഴ്സൺ ഫോർ എ പെർട്ടിക്കുലർ ജോബ്. Selection starts where recruitment ends. Selection is a negative process as it involves rejection of unsuitable candidates. The selection is done through a process which involves tests, interviews, etc. In selection, both internal and external sources of recruitment may be explored. അപ്പോൾ സെലക്ഷൻ ആണ് മൂന്നാമത്തേത്. എന്തൊക്കെയാണ് അതിലുള്ളത്? അതൊരു പ്രോസസ് ഓഫ് ചൂസിങ് ദ ബെസ്റ്റ് പേഴ്സൺ. നമ്മൾ നേരത്തെ പറഞ്ഞു ഫസ്റ്റിലത്തത് എസ്റ്റിമേഷൻ ഓഫ് സ്റ്റാഫ് റിക്വയർമെൻറ്റ്. അത് കഴിഞ്ഞിട്ട് റിക്രൂട്ട്മെൻറ്റ് പ്രോസസ്സ്, പരസ്യമൊക്കെ കൊടുത്തു അവരെ കൊണ്ട് അപ്ലൈ ചെയ്യിച്ചു. അപ്ലൈ ചെയ്യിച്ച് കഴിഞ്ഞ ആളുകളിൽ നിന്നും ഏറ്റവും അനുയോജ്യമായ ആളെ തിരഞ്ഞെടുക്കുന്ന പ്രോസസ്സാണ് സെലക്ഷൻ. ഈ സെലക്ഷനാണ് ഞാൻ നേരത്തെ പറഞ്ഞത് നെഗറ്റീവാണ്. എന്താ കാര്യം? റിക്രൂട്ട്മെൻറ്റിന് എത്ര ആൾക്കും അപ്ലൈ ചെയ്യാം, ഒരുപാട് ആളുകൾക്ക് വരാം, അതുകൊണ്ട് അത് പോസിറ്റീവാണ്. ഇവിടെയോ അപ്ലൈ ചെയ്ത ഇങ്ങോട്ട് സമീപിച്ച ആളുകളിൽ നിന്നും ഏറ്റവും അനുയോജ്യമായ ആളെ മാത്രം തിരഞ്ഞെടുക്കുക എന്ന് പറയുമ്പോൾ തന്നെയുണ്ട് അനുയോജ്യരല്ലാത്ത ആളുകളെ ഒഴിവാക്കുക. അതുകൊണ്ട് സെലക്ഷൻ എന്ന പ്രോസസ്സ് നെഗറ്റീവാണ് എന്ന് പറയാം. അപ്പോൾ ഇതാണ് മൂന്നാമത്തെ സ്റ്റേജ്. ഇനി നെക്സ്റ്റ് സ്റ്റേജ് പ്ലേസ്മെൻറ്റ് ആൻഡ് ഓറിയൻറ്റേഷൻ. 2 ഒന്നിച്ചാണ് പറയുന്നത്. ഒന്ന് പ്ലേസ്മെൻറ്റ് ആൻഡ് ഓറിയൻറ്റേഷൻ. Placement refers to the posting of the selected employees in the post for which he is selected. After selection, the employee is given an appointment letter and is asked to occupy the vacant job position. This is called posting. Posting തന്നെയാണ് പ്ലേസ്മെൻറ്റ്. സെലക്ഷൻ കഴിഞ്ഞ ആളുകളെ അറിയിക്കുന്നു, നിങ്ങളെ ജോലിയിലേക്ക് എടുത്തിരിക്കുന്നു, ഇത്ര രൂപ ശമ്പളത്തിലൊക്കെയാണ് നിങ്ങൾ എടുക്കുന്നത്, ഇന്നതൊക്കെയാണ് കണ്ടീഷൻസ്, നിങ്ങൾ ഇത്രാം തീയതി വന്ന് ജോയിൻ ചെയ്തു. അതാണ് പ്ലേസ്മെൻറ്റ്. അതിനെ തന്നെയാണ് പോസ്റ്റിംഗ് എന്ന് വിളിക്കുന്നത്. അടുത്തത് ഓറിയൻറ്റേഷൻ. പ്ലേസ്മെൻറ്റ് ആൻഡ് ഓറിയൻറ്റേഷൻ 4ാമത്തെ സ്റ്റേജ്. ഓറിയൻറ്റേഷൻ റെഫേഴ്സ് ടു ഇൻട്രഡ്യൂസിങ് അഥവാ ഫെമിലറൈസിങ് the selected employees to his superiors, subordinates and colleagues and familiarizing him with
the rules and policies of organization. അപ്പോൾ ഓറിയൻറ്റേഷൻ എന്ന് പറഞ്ഞാൽ പ്ലേസ്മെൻറ്റ് കഴിഞ്ഞാക്കിടുക. അയാളെ സുപ്പീരിയേഴ്സിനെ പരിചയപ്പെടുത്തുന്നു, കൂടെയുള്ള സ്റ്റാഫിനെ പരിചയപ്പെടുത്തുന്നു, മെഷീനറി പരിചയപ്പെടുത്തുന്നു, അവിടുത്തെ ബിൽഡിംഗ് പരിചയപ്പെടുത്തുന്നു, സെറ്റിങ്സ് പരിചയപ്പെടുത്തുന്നു, അവിടുത്തെ നിയമാവലികൾ പരിചയപ്പെടുത്തുന്നു, എല്ലാം പരിചയപ്പെടുത്തുന്ന പ്രോസസ്സാണ് ഓറിയൻറ്റേഷൻ. അപ്പോൾ നാലാമത്തത് പ്ലേസ്മെൻറ്റ് ആൻഡ് ഓറിയൻറ്റേഷൻ. പ്ലേസ്മെൻറ്റിനെ തന്നെയാണ് പോസ്റ്റിംഗ് എന്ന് പറയുന്നത്. നേരത്തെ സെലക്ഷൻ പ്രോസസ്സിൽ തിരഞ്ഞെടുത്ത ആളുകളെ അപ്പോയിൻമെൻറ്റ് ലെറ്റർ കൊടുത്തിട്ട് വിളിച്ചു വരുത്തി ജോയിൻ ചെയ്യിക്കുന്നതാണ്, പോസ്റ്റ് ചെയ്യുന്നതാണ് പോസ്റ്റിംഗ് അഥവാ പ്ലേസ്മെൻറ്റ്. അത് കഴിഞ്ഞാൽ ഫെമിലറൈസേഷൻ, ആ വാക്കിൻ്റെ അർത്ഥം തന്നെ പരിചയപ്പെടുത്തുക എന്നാണ്. സുപ്പീരിയേഴ്സിനെയും കൊളീഗ്സിനെയും സഹപ്രവർത്തകരെയും ഉയർന്ന ഉദ്യോഗസ്ഥരെയും പരിചയപ്പെടുത്തുക, മെഷീനറിയും സ്ഥാപനവും മൊത്തം പരിചയപ്പെടുത്തുക, അവിടുത്തെ നിയമാവലികൾ പരിചയപ്പെടുത്തുക, ഇതൊക്കെയാണ് അടുത്തത്. ആൻഡ് നെക്സ്റ്റ് ഈസ് ട്രെയിനിങ് ആൻഡ് ഡെവലപ്മെൻറ്റ്. ആ പദത്ത് തന്നെയുണ്ട് ട്രെയിനിങ് ആൻഡ് ഡെവലപ്മെൻറ്റ്. ട്രെയിനിങ് പരിശീലനമാണല്ലോ. ട്രെയിനിങ് ആൻഡ് ഡെവലപ്മെൻറ്റ് എന്ന പദത്തിന് മനസ്സിലാവും, എന്നാലും നമുക്കൊരല്പം വിശദീകരിക്കാം. എന്താണ് ട്രെയിനിങ്? മീൻസ് ഗിവിങ് എക്സ്പെർട്ടൈസ്, പരിശീലനം കൊടുക്കുക. ട്രെയിനിങ് refers to the process by which the aptitude, skills and abilities of employees to perform specific jobs are improved. അപ്പോൾ അവരുടെ ഒരു പ്രത്യേക ജോലി ചെയ്യാനുള്ള കഴിവിനെ വീണ്ടും വളർത്തുക, പുരോഗതി ഉണ്ടാക്കുക, ഡെവലപ്പ് ചെയ്യിക്കുക, അതാണ് ട്രെയിനിങ്, പരിശീലനം കൊടുക്കുക. അപ്പോൾ ഒരു എംപ്ലോയി അല്ലെങ്കിൽ സ്റ്റാഫ് നേരത്തെ AC, ടെലിവിഷൻ, AC, റെഫ്രിജറേറ്റർ മെക്കാനിക്കാന്ന് വെച്ചോ, അപ്പോൾ അയാൾ പോളിടെക്നിക്കൽ ആ കോഴ്സ് കഴിഞ്ഞു വന്നിട്ടുണ്ടാവും. അത് കഴിഞ്ഞിട്ട് ഇവിടുന്ന് വീണ്ടും പുതിയ മെഷീനറി പരിചയപ്പെടുത്തി, പുതിയ സാങ്കേതിക വിദ്യകൾ പരിചയപ്പെടുത്തി, പുതിയ അസംബ്ലിംഗ് സിസ്റ്റം പരിചയപ്പെടുത്തി, ഒക്കെ പുതിയതായിട്ട് പരിചയപ്പെടുത്തിയിട്ട് അവരെ വീണ്ടും ഫിറ്റാക്കുക, ഫിറ്റ്നസ് വർദ്ധിപ്പിക്കുക, അതാണ് ട്രെയിനിങ്. ഒരു പ്രത്യേക ജോലി ചെയ്യാൻ വേണ്ടി ബോത്ത് ന്യൂലി അപ്പോയിൻറ്റഡ് ആൻഡ് എക്സിസ്റ്റിംഗ് സ്റ്റാഫ് നീഡ്സ് ട്രെയിനിങ്. നേരത്തെ ഉള്ള ആൾക്കും വേണം ട്രെയിനിങ്, ഇപ്പോഴുള്ള ആളുകൾക്കും വേണം ട്രെയിനിങ്. ആൻഡ് നെക്സ്റ്റ് 6, ട്രെയിനിങ് ആൻഡ് ഡെവലപ്മെൻറ്റിൽ ഡെവലപ്മെൻറ്റ് ഈസ് എ മച്ച് വൈഡർ കോൺസെപ്റ്റ് കമ്പയർഡ് ടു ട്രെയിനിങ്, where training aims increasing one's skills and abilities to do a particular job. Development aims at the overall development of a person and equips him to handle higher jobs of the organization in future. Training and development not only motivate employees, but this improve efficiency of work also. അപ്പോൾ ട്രെയിനിങ് നമ്മൾ പറഞ്ഞു പരിശീലനം കൊടുക്കലാണെന്ന് പറഞ്ഞു. നേരത്തെ പഠിച്ചു വന്ന ആളുകൾക്ക് വീണ്ടും അവരുടെ പ്രൊഡക്ടിവിറ്റി, ഉൽപ്പാദനക്ഷമത വർദ്ധിപ്പിക്കാൻ വേണ്ടിയിട്ട് കൊടുക്കുന്ന പരിശീലനം, അതാണ് ട്രെയിനിങ്. ഇനി ഡെവലപ്മെൻറ്റ്, ആ ജോലി അപ്പം ചെയ്യുന്ന ജോലിയിൽ കഴിവ് വർദ്ധിപ്പിക്കാൻ മാത്രമല്ല ഡെവലപ്മെൻറ്റ്, അതൊരു പരിശീലനം തന്നെയാണ്. പക്ഷേ ഇനി വരാൻ പോകുന്ന പുതിയ ജോലികൾ എടുക്കാനും അവരെ പ്രാപ്തരാക്കും. ഉദാഹരണത്തിന് ഒരു മെഷീൻ ഓപ്പറേറ്ററെ അതിൻ്റെ സൂപ്പർവൈസറാക്കാനുള്ള സ്കില്ല് കൂടി ഉണ്ടാക്കിയെടുക്കും. നാളെ പ്രൊമോഷൻ കിട്ടുമ്പോൾ അയാൾ സൂപ്പർവൈസറായിരിക്കും. സൂപ്പർവൈസറെ ചിലപ്പോൾ സെക്ഷൻ മാനേജറാക്കാൻ വേണ്ടി ഡിപ്പാർട്ട്മെൻറ്റ് മാനേജറാക്കാനുള്ള പരിശീലനം കൂടി കൊടുത്തിരിക്കും. അപ്പോൾ സൂപ്പർവൈസർ നാളത്തെ സെക്ഷൻ ഡിപ്പാർട്ട്മെൻറ്റ് മാനേജറായിരിക്കും, ചിലപ്പോൾ ഓവറോൾ മാനേജറായിരിക്കും, ചിലപ്പോൾ ഫ്രാഞ്ചൈസി മാനേജറോ ബ്രാഞ്ച് മാനേജറോ ചിലപ്പോൾ മെയിനായിട്ടുള്ള മാനേജറോ ഒക്കെ ആയിരിക്കും. അപ്പോൾ ട്രെയിനിങ്ങിനേക്കാൾ കുറച്ചുകൂടി ഒരു ഉയർന്ന അവസ്ഥയാണ് ഡെവലപ്മെൻറ്റ്. എല്ലാ അർത്ഥത്തിലും മാനസികമായിട്ടും ശാരീരികമായിട്ടും കരിയർ പരമായിട്ടും തൊഴിൽപരമായിട്ടും അവരെ വളർത്തുക, പുരോഗതിയിലേക്ക് നയിക്കുക, അതിനേക്കാൾ ബെറ്റർ ജോബ് എടുക്കാൻ വേണ്ടി ഫിറ്റാക്കുക, ഇതെല്ലാം ചെയ്യുന്നതാണ് ഡെവലപ്മെൻറ്റ്. അപ്പോൾ അടുത്തത് ട്രെയിനിങ് തന്നെ. അടുത്തത് പെർഫോമൻസ് അപ്രൈസൽ. പെർഫോമൻസ് അപ്രൈസൽ എന്ന് പറഞ്ഞാൽ വിലയിരുത്തലാണ്, അവരുടെ പ്രവർത്തനക്ഷമത വിലയിരുത്തലാണ്. മീൻസ് ഇവാലുവേറ്റിംഗ് എൻ എംപ്ലോയീസ് കറൻറ്റ് പാസ്റ്റ് പെർഫോമൻസ് ആസ് അഗൈൻസ്റ്റ് സർട്ടൻ പ്രീ ഡിറ്റർമൈൻഡ് സ്റ്റാൻഡേർഡ്സ്. നേരത്തെ തീരുമാനിച്ചു വെച്ച അളവുകോൽ വെച്ചിട്ട് അവരുടെ കഴിവ് പരിശോധിക്കലാണ്, അളന്നു നോക്കലാണ് പെർഫോമൻസ് അപ്രൈസൽ. ഉദാഹരണത്തിന് പങ്ക്ച്വാലിറ്റി ഉണ്ടോ, അതൊരു എന്താ പറയുക അളക്കുന്ന മാനകം. സമയത്തിന് വരികയും സമയത്തിന് പോവുകയും ചെയ്യുന്നുണ്ട്. കൃത്യമായിട്ട് അവധിയെടുക്കാതെ ജോലിക്ക് വരുന്നുണ്ടോ, അനാവശ്യമായിട്ട് അവധിയെടുക്കാതിരിക്കുന്നുണ്ടോ, പ്രൊഡക്ടിവിറ്റി ആവശ്യമുണ്ടോ, നടത്തുന്നുണ്ടോ, 1000 യൂണിറ്റ് ഉൽപ്പാദിപ്പിക്കണമെന്ന് പ്രതീക്ഷിച്ചിട്ട് 1000 യൂണിറ്റ് ഉൽപ്പാദിപ്പിക്കുന്നതിൽ അയാൾ ഭാഗഭാക്കാവുന്നു എന്ന് തുടങ്ങി പല ക്രൈറ്റീരിയയും നിബന്ധനകളും വയ്ക്കും. ആ നിബന്ധനകളുടെ അടിസ്ഥാനത്തിൽ അയാൾ പ്രവർത്തിക്കുന്നുണ്ടോ എന്ന് നോക്കുന്നതാണ് പെർഫോമൻസ് അപ്രൈസൽ. അയാളുടെ ജോലി മര്യാദയ്ക്ക് നേരാമണ്ണം ചെയ്യുന്നുണ്ടോ, അയാൾ ഏൽപ്പിച്ച ജോലി വെറുതെ നോക്കല്ലത്, അതിന് നിയമാവലികൾ വെച്ചിട്ടുണ്ടോ. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഉദാഹരണത്തിന് പങ്ക്ച്വാലിറ്റി, പ്രൊഡക്ടിവിറ്റി, അതുപോലെ അച്ചീവിങ് ടാർഗറ്റ്, പറഞ്ഞ പണി ചെയ്യുന്നുണ്ടോ എന്ന് നോക്കിയിട്ട്, അതുപോലെ മറ്റ് സ്റ്റാഫുമായിട്ട് മാന്യമായിട്ട് പെരുമാറുന്നുണ്ട്, സുപ്പീരിയേഴ്സിനോട് ശരിയായിട്ട് പെരുമാറുന്നുണ്ട് എന്ന് തുടങ്ങി ചില മാനദണ്ഡങ്ങൾ വെച്ച് ആ മാനദണ്ഡത്തിൻ്റെ അടിസ്ഥാനത്തിൽ അവർ വർക്ക് ചെയ്യുന്നുണ്ടോ എന്ന് നോക്കുന്നതിനാണ് പെർഫോമൻസ് അപ്രൈസൽ എന്ന് വിളിക്കുന്നത്. ഇനി അടുത്തത്
Promotion and career planning. Promotion refers to the shifting of an employee from lower position to higher position. വിശദീകരിക്കേണ്ട കാര്യമില്ല. ഇപ്പോൾ ചെയ്യുന്ന ജോലിക്ക് തൊട്ടുമേലെ ജോലി കൊടുക്കുന്നതിനെയാണ് പ്രൊമോഷൻ എന്ന് പറയുന്നത്. ഇറ്റ്സ് എൻ ഇൻറ്റഗ്രൽ പാർട്ട് ഓഫ് പീപ്പിൾസ് കരിയർ. അത് എല്ലാവർക്കും ഇഷ്ടമാണ്. ഒഴിച്ചുകൂടാൻ വയ്യാത്തതാണ് ഈ പ്രൊമോഷൻ എന്നത്. അതുണ്ടെങ്കിൽ അവർക്ക് ആത്മവിശ്വാസം കൂടുന്നു, പിന്നെ താല്പര്യം കൂടുന്നു, പുതിയ പുതിയ ജോലി സാധ്യതകളെക്കുറിച്ച് അന്വേഷിക്കുന്നു, അവരുടെ ലക്ഷ്യബോധം ഉണ്ടാക്കുന്നു എന്ന് തുടങ്ങി പല കാര്യങ്ങളും പ്രൊമോഷൻ കരിയർ പ്ലാനിൽ ഉണ്ട്. നെക്സ്റ്റ് ഈസ് കോമ്പൻസേഷൻ. കോമ്പൻസേഷൻ എന്ന് പറഞ്ഞാൽ സാധാരണ വാക്കിൻ്റെ അർത്ഥമല്ല, പ്രതിഫലം എന്നുകൂടിയാണ് അതിൻ്റെ അർത്ഥം. മറ്റ് കോമ്പൻസേഷൻ എന്ന് പറഞ്ഞാൽ നഷ്ടം നികത്തി കൊടുക്കുക എന്നാണ് ഡിക്ഷൻ്റെ മീനിങ്. അവർ സ്ഥാപനത്തിനകത്ത് സ്റ്റാഫിങ്ങിൽ കോമ്പൻസേഷൻ എന്ന് പറഞ്ഞാൽ നഷ്ടം നികത്തി കൊടുക്കലാണെങ്കിലും അത് മാത്രമല്ല അതിൻ്റെ സാലറി കോമ്പൻസേഷൻ പാക്കേജിൽ പറ്റുന്നത്. ഇൻസെൻറ്റീവ്സ്, ഇപ്പോൾ ഇത്ര യൂണിറ്റ് കൂടുതൽ ഉൽപ്പാദിച്ചാൽ ഇത്ര കൊടുക്കാം, ആശുപത്രി ചിലവ് കൊടുക്കാം എന്ന് പറഞ്ഞാൽ, ഇൻഷൂർ ചെയ്ത് കൊടുക്കാം എന്ന് പറഞ്ഞാൽ, യാത്രാഭത്ത കൊടുക്കാം എന്ന് പറഞ്ഞാൽ, ഭക്ഷണ ചിലവ് കൊടുക്കാം എന്ന് പറഞ്ഞാൽ, താമസം കൊടുക്കാം എന്ന് പറഞ്ഞാൽ, പ്രൊമോഷൻ കൊടുക്കാം എന്ന് ഓഫർ ചെയ്താൽ, ഇതൊക്കെ പിന്നെ കോമ്പൻസേഷൻ പാക്കേജിൽ പെടുന്നു. ഇതെല്ലാം ചേരുന്നതാണ് കോമ്പൻസേഷൻ. ഇപ്പോൾ നമ്മൾ ചുരുക്കത്തിൽ സ്റ്റാഫിങ്ങിലെ 8 പ്രോസസ്സിലെ 8 സ്റ്റേജസ് ആണ് ഇപ്പോൾ പഠിച്ചത്. അത് അടിസ്ഥാനപരമായിട്ടേ പഠിച്ചിട്ടുള്ളൂ. അടുത്ത ക്ലാസ്സിൽ ചില ക്ലാസ്സുകളിൽ വേറെ വേറെ ക്ലാസ്സുകളിലായിട്ട് ഇത് 8ഉം വേറെ വേറെ പഠിക്കും. അങ്ങനെ പഠിക്കുമ്പോഴേ ഈ അധ്യായം തീരും. അപ്പോൾ ആ 8 വിശദീകരിക്കുന്ന സമയത്ത് ചില ആവർത്തനം പോലെയൊക്കെ തോന്നിയേക്കാം, എന്നാലും അത് ഓരോന്നും ഓരോ എസ്സേക്ക് സാധ്യതയുണ്ട്. അതുകൊണ്ട് വളരെ ആഴത്തിൽ വളരെ ശ്രദ്ധയോടെ തന്നെ ഇത് പഠിക്കേണ്ടതുണ്ട്. ഒരു കാര്യം കൂടി ഓർമ്മിപ്പിക്കട്ടെ, ഈ പാഠത്തിൻ്റെ ക്ലാസ്സിൻ്റെ അവസാനം പിന്നെ സർക്കാർ പരീക്ഷ നടത്താനൊക്കെ തീരുമാനിച്ചിരിക്കുന്നു. മുഴുവൻ ക്ലാസ്സൊന്നും സ്കൂളിൽ നിന്ന് എടുക്കാൻ സാധിക്കില്ല. അപ്പോൾ ഇത്തരം വീഡിയോ ക്ലാസ്സുകളെ വളരെ ഗൗരവമായിട്ട് നിങ്ങൾ കാണണം. ഇത് കൂടാതെ തന്നെ നിങ്ങൾ യൂട്യൂബിലും മറ്റൊക്കെ ഞാൻ സ്ഥിരമായിട്ട് പറയാറുള്ളത് മറ്റ് അധ്യാപകരും മറ്റൊക്കെ ഇട്ടുള്ള പരിശീലനത്തിലിട്ടുള്ള ക്ലാസ്സുകൾ കൂടി കാണുന്നത് നന്നായിരിക്കും. എന്തായാലും വളരെ ഗൗരവത്തോടെ ഈ ക്ലാസ് കാണാം. ഇനി അടുത്ത ക്ലാസ്സിൽ അടുത്ത ക്ലാസ് ഇടുന്നില്ല, അടുത്ത ദിവസമാണ് അടുത്ത ക്ലാസ് വരിക. അപ്പോൾ ഈ ക്ലാസ് മുഴുവൻ കാണുക, ഇതിൻ്റെ നോട്ട്സ് കുറിച്ചെടുക്കുക, ഇത് പഠിക്കുക. അതോടെ നമുക്കൊരു പരീക്ഷ വേണമെങ്കിൽ നടത്താം. വളരെ ശ്രദ്ധയോടെ എല്ലാ കാര്യങ്ങളും ഓർമ്മിപ്പിച്ചുകൊണ്ട് ഈ ക്ലാസ് തൽക്കാലം അവസാനിക്കുന്നു. ഓക്കെ.